മറ്റൊരു സംഭവം കാണാം. ബദർ മൗലിദിൽ തന്നെ വിശദീകരിക്കുകയാണ്. സയ്യിദ് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നു: ചില കാലങ്ങളിൽ പശ്ചിമഭാഗത്ത് മനുഷ്യരെ വകവരുത്തുന്ന ഹിംസ്രജീവികളാലും കൊള്ളസംഘത്താലും വഴിതടസ്സം സംഭവിക്കാറുണ്ട്. പ്രസ്തുത വഴിയിൽ സഞ്ചരിക്കുന്നവർ എത്ര വലിയ സംഘമായിരുന്നാലും അക്കൂട്ടരിൽ നിന്നും രക്ഷപ്പെടാനാകില്ല. നാശം ഉറച്ചതുതന്നെ. ഒരു ദിവസം ഞങ്ങൾ ഒരിടത്തിരിക്കുകയായിരുന്നു. തത്സമയം ഒരാൾ പ്രസ്തുത വഴിയിലൂടെ കടന്നു വരികയാണ്. ഒട്ടധികം വ്യാപാര ചരക്കുകളുമായി വരുന്ന അദ്ദേഹത്തോടൊപ്പം ഒരു ഭൃത്യൻ മാത്രമാണുള്ളത്. അയാൾ ചുണ്ടനക്കുന്നുണ്ട്. എന്തോ പരിശുദ്ധ നാമങ്ങൾ ഉരുവിടുന്നത് പോലെ തോന്നി. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തിൽ എന്തോ പ്രത്യേകതകളുണ്ടെന്ന. അയാളോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി. ഇല്ല, ആരുമില്ല. എൻ്റെ പിതാവ് അദ്ദേഹത്തെ സമീപിച്ച് ചോദിച്ചു, അല്ലാഹു പരിശുദ്ധൻ താങ്കളുടെ വ്യാപാര സാധനങ്ങളുമായി ഈ വഴിയിലൂടെ എങ്ങനെ സുരക്ഷിതനായി എത്തി? താങ്കളാകട്ടെ ഒറ്റയ്ക്കും കൊള്ളസംഘത്തിൻ്റെയും വന്യമൃഗങ്ങളുടെയും പരാക്രമങ്ങളാൽ ഈ വഴിയിലൂടെയുള്ള സഞ്ചാരം കുറേ കാലമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അയാൾ പറഞ്ഞു, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈന്യത്തോടൊപ്പമാണ് ഞങ്ങൾ കടന്നു വന്നത്. ആ സൈന്യത്തെ കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ നേരിട്ടത്. ആ മഹത്തുക്കളെ കൊണ്ട് അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വഹാബികളിൽ നിന്നാരെയാണ് താങ്കൾ ലഭിച്ചത്? പിതാവ് ചോദിക്കുകയാണ്. ബദർ ശുഹദാക്കളെയാണ് എനിക്ക് സഹായത്തിന് ലഭിച്ചത്. ആഗതൻ പറഞ്ഞു, ഈ ഭയാനകമായ വഴിയിലൂടെ അവരെയാണ് ഞാൻ പ്രവേശിപ്പിച്ചത്. അതിനാൽ എനിക്ക് കള്ളനെയോ ഹിംസ്രജന്തുവിനെയോ ഭയപ്പെടേണ്ടി വന്നിട്ടില്ല. പിതാവ് ചോദ്യം തുടർന്നു, അല്ലാഹുവിൽ സത്യം, താങ്കളുടെ കഥ എന്നോട് തുറന്നു പറഞ്ഞാലും. അയാൾ പറയുന്നു, അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വലിയ കൊള്ളസംഘത്തിൽ അംഗമായിരുന്നു. ഞങ്ങൾ വഴി തടയാറുണ്ട്. വല്ല യാത്രാ സംഘവും ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഞങ്ങളുടെ പരാക്രമത്തിൽ നിന്നും ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാനാകില്ല. ഒരു വ്യാപാര സംഘത്തിനും ഞങ്ങളുടെ പിടിച്ചുപറിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഒരു രാത്രി ഞങ്ങൾ വിശ്രമിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ രഹസ്യാന്വേഷകൻ വന്നു പറഞ്ഞു, ഒരു വലിയ വ്യാപാരി ചരക്കുമായി തിരിച്ചിട്ടുണ്ട്. കൂടെ 15 പേരെയുള്ളൂ. അത് കേൾക്കേണ്ട താമസം ഞാൻ ആ ഭാഗത്തേക്ക് കുതിച്ചു. ആ യാത്രാ സംഘത്തിലെ 10 പേരെ ഉടനെ വകവരുത്തി. ഭയവിഹ്വലനായ വ്യാപാരി ഞങ്ങളുടെ നേരെ തിരിഞ്ഞു, ഹേ കൂട്ടരെ, നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കച്ചവടച്ചരക്ക് അപഹരിക്കലാണ് ഉദ്ദേശമെങ്കിൽ മാത്രമേ നിനക്കും കൂടെയുള്ളവർക്കും രക്ഷപ്പെടാനാകൂ. ഞങ്ങൾ പറഞ്ഞു, എൻ്റെ കൂടെ ബഹുമാനപ്പെട്ട ബദരീങ്ങളുണ്ട്. പിന്നെങ്ങനെയാണ് ഞങ്ങൾ ആക്രമിക്കുവാൻ കഴിയുക? അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ബദരീങ്ങളെ പരിചയമില്ല. ഉടനെ അയാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ചില വിശിഷ്ടനാമങ്ങൾ പാരായണം നടത്താൻ തുടങ്ങി. ഞങ്ങൾക്ക് ആ പേരുകൾ അപരിചിതം. അത് പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തൊന്നില്ലാത്ത ഭയം എന്നെ പിടികൂടി. ഇടിമുഴക്കം, കൊടുങ്കാറ്റ്, ഇടിച്ചുപൊളിയുടെ ശബ്ദം, ആയുധങ്ങൾ കൂട്ടിയുരസുന്നു, കൊന്തങ്ങൾ വല തീർക്കുന്നു. അതിനിടെ ഒരാൾ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ബദർ ശുഹദാക്കളെ, ക്ഷമയോടെ മുന്നിട്ട് കൊള്ളുവിൻ. തത്സമയം ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ജനസാഗരമാണ്, ജനസമുദ്രമാ കണ്ടത്. കാറ്റിനെ ഭേദിക്കുമാർ ശക്തിയുള്ള കുതിരകളിലിരുന്ന് ചീറിപ്പറക്കുന്ന സഖ്യം മഹത്തുക്കൾ. അവർ ഞങ്ങളുടെ നേരെ കനിവ് പ്രകടമാക്കി. ഉടനെ ഞാൻ ആ കച്ചവടക്കാരൻ്റെ സമീപത്തേക്ക് കുതിച്ചു. ഇങ്ങനെ പറഞ്ഞു, ഞാനിതാ അല്ലാഹുവിനും താങ്കൾക്കും വേണ്ടി എന്തിനും തയ്യാറായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. ഞാൻ അദ്ദേഹത്തിൻ്റെ 2 കൈയും പിടിച്ച് തൗബയുടെ വാക്യങ്ങൾ ചൊല്ലി. അതിനിടെ അദ്ദേഹത്തിന് അനുയായികളിൽ നിന്ന് കൊല്ലപ്പെട്ടവരുടെ അതേ എണ്ണത്തിൽ എൻ്റെ അനുയായികളും വധിക്കപ്പെടുകയുണ്ടായി.
ഞാൻ അദ്ദേഹവുമായി പിരിയാൻ ഉദ്ദേശിച്ചപ്പോൾ ബദരീങ്ങളുടെ പരിശുദ്ധ നാമങ്ങൾ പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടു. തദനുസൃതം അദ്ദേഹം ആ പേരുകൾ പഠിപ്പിച്ചു തന്നു. ഞാനത് മനഃപ്പാടമാക്കിയത് മുതൽ കരയിലും കടലിലും മറ്റൊരു കാവൽക്കാരനെയും എനിക്ക് ആവശ്യം വന്നിട്ടില്ല. അതുമായിട്ടാണ് താങ്കൾ കണ്ടതുപോലെ ഞാൻ ഈ വഴിയിലൂടെ കടന്നു വന്നത്. ഇപ്പോൾ വന്യമൃഗങ്ങളും കൊള്ളക്കാരും എന്നെ കണ്ടാൽ അവർ വഴിമാറിപ്പോകും. അല്ലാഹുവിനെ സ്തുതി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ചരിത്രം ബദർ മൗലിദ് പറയുകയാണ്. അല്ലാഹു ബദരീങ്ങളുടെ മദദ് നൽകട്ടെ.